ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. നാം ചിന്തിച്ചു വന്നത് അബ്രഹാമിൻ്റെ കുടുംബം ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ഹോം ആയിരുന്നു എന്നാണ്. സവിശേഷതയുള്ള ഒരു കുടുംബമായിരുന്നു അബ്രഹാം പിതാവിൻ്റെ കുടുംബം. എന്നാൽ അബ്രഹാമിനവനായ ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിൻ്റെ സമയമായപ്പോൾ ഇസ്ഹാക്കിൻ്റെ കുടുംബം അത് ഒരു ഡെസ്പെററ്റ് ഹോം ആയിപ്പോയി. അത് നിരാശയുള്ള ഒരു കുടുംബമായിപ്പോയി. നല്ലൊരു തറവാടായിരുന്നു, നല്ല ആഠ്യത്വമുള്ള പാരമ്പര്യമുള്ളൊരു കുടുംബമായിരുന്നു. പക്ഷേ നല്ലൊരു പിതാവിൻ്റെ മകനായ ഇസ്ഹാക്ക്, അപ്പൻ്റെ ഹിതമൊക്കെയും അനുസരിച്ച ഇസ്ഹാക്ക് പക്ഷേ നിരാശനായിപ്പോയി. നിരാശയുള്ളൊരു കുടുംബമായിപ്പോയി ഇസ്ഹാക്കിൻ്റെ കുടുംബം. എ ഡെസ്പെററ്റ് ഹോം. നിരാശയുണ്ടാകാൻ കാരണം ഒരു പിഞ്ചോമന കുഞ്ഞിക്കാല് കാണാൻ ഇസ്ഹാക്കിനും ഭാര്യ റിബേക്കയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓമനക്കുഞ്ഞിനെ പോറ്റാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ സാധിച്ചില്ല. വർഷങ്ങൾ കാത്തിരുന്നു. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നെടുനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അല്ല, 2 കുഞ്ഞിനെ കൊടുത്തു. നാം വായിക്കുന്ന അങ്ങനെയാണ്. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക, റിബേക്ക പ്രാർത്ഥിച്ചതായി നാം അവിടെ കാണുന്നില്ല. പിന്നീട് വായിച്ചു വരുമ്പോൾ റിബേക്ക ദൈവത്തോട് ചോദിക്കുന്നതായിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടും എല്ലാം കാണാം. റിബേക്ക തീർത്തും നിരാശയിലങ്ങ് ആണ്ടുപോയിരുന്നു. ഞാനിനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? വർഷങ്ങൾ ഇത്രയും ആയില്ലേ, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ. പ്രാർത്ഥനയെല്ലാം നിർത്തി, പ്രാർത്ഥനയുടെ താല്പര്യമെല്ലാം കുറഞ്ഞു, പ്രാർത്ഥനയ്ക്കുള്ളതായ ഉത്സാഹമെല്ലാം വാടി. അനേകം ദൈവമക്കൾ അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന പ്രത്യാശ ക്ഷയിച്ചു, വിശ്വാസം തണുത്തു, ആത്മീയ തീഷ്ണത നിർജീവമായി, മുന്നോട്ടുള്ളതായ ഗതി അറ്റുകഴിഞ്ഞു. നാം കേൾക്കാറുള്ളതുപോലെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ഇനി ആശയ്ക്ക് വകയില്ല. അനേകം ദൈവമക്കൾ ഇങ്ങനെ നിരാശയിൽ അങ്ങ് ആണ്ടുപോയിട്ട്, നിരാശയിൽ തകർന്നും തളർന്നും പോയിട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്. നാളെയെക്കുറിച്ചുള്ളതായ മോഹന സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി, എല്ലാ പ്രതീക്ഷകളും തീർന്നു. റിബേക്ക പ്രാർത്ഥിച്ചില്ല, പക്ഷേ ഇസ്ഹാക്ക് തണുത്തില്ല. ഇതൊരു വലിയ പാഠം നമുക്കിവിടെ കാണാം. ആ ഭവനം ഡെസ്പെററ്റ് ആയപ്പോൾ, ഭവനം മൊത്തത്തിൽ നിരാശയിൽ കുമിഞ്ഞപ്പോൾ, അപ്പോൾ ഒരാളെങ്കിലും അവിടെ ജ്വലിച്ച് നിന്നു, ഒരാൾ തളരാതെ നിന്നു. ഭാര്യ ക്ഷീണിച്ചപ്പോഴും ഭർത്താവ് തളരാതെ നിന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയാകട്ടെ. 2 പേരും ഒപ്പം ഊർജ്ജസ്വലതയോടെ ആത്മീയമായ തീഷ്ണതയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതാണല്ലോ ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പരസ്പര സ്നേഹവും സൗഹൃദവും സൗമനസ്യവും സൗശീല്യവും ഒത്തിണക്കവും ചേർന്ന് വരിക, ഒരു ആന്തരികമായ ഹാർമണി പുലർത്താൻ സാധിക്കുക, അത് കുടുംബത്തിൻ്റെ ശക്തിയാണത്. കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ഐക്യത്തിൻ്റെ ദാർഢ്യമാണ്.
സ്നേഹത്തിൻ്റെ ദാർഢ്യമാണ്. ഗാഢവും ദൃഢവുമായ സ്നേഹം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കുക. അനേകം കുടുംബങ്ങളിൽ വന്നിരിക്കുന്നൊരു വലിയ കെടുതി അതാണ്. പരസ്പരമുള്ളതായ ഐക്യം നഷ്ടപ്പെട്ടു, പരസ്പരമുള്ളതായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് എന്ത് ഊഷ്മളമായിരുന്നു സ്നേഹം, എന്നാൽ ഇന്നത് തണുത്തുറഞ്ഞുപോയി. സ്നേഹം തണുത്തുപോയി, സ്നേഹം നിർജീവമായിക്കൊണ്ടിരിക്കുന്നു, സ്നേഹം പോയിപ്പോയിരിക്കുന്നു. ഏങ്ങലടികൾ ഉയരുന്നു, നിശബ്ദ പരിദേവനങ്ങൾ, ഏകാന്തത്തിലിരുന്ന് മൂകമായി കരയുന്നു. പുറമേ കരയാൻ പോലും അനുവാദമില്ല. പുറമേ കരഞ്ഞു കണ്ടാൽ തല്ലുകൊള്ളും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. നിശബ്ദമായി കരയേണ്ടി വരുന്നു. ഉള്ളം ഏങ്ങലടിക്കുന്നു, ഹൃദയം വിങ്ങുന്നു, തകർന്നടിയുന്നു കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഉലയുന്നു. സ്നേഹം തകർന്നു പോകുന്നു, സ്നേഹം കുറഞ്ഞു പോകുന്നു, സ്നേഹം വാടിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കുടുംബത്തിൽ നിരാശയുള്ള കുടുംബമാണെങ്കിലും അവിടെ ഒരു ഗുണമുണ്ട്. അവർ രണ്ടുപേരും ഒരു ഹൃദയമായിരുന്നു. ഇസ്ഹാക്കും റിബേക്കയും ഒരു ഹൃദയമായിരുന്നു. റിബേക്ക തളർന്നെങ്കിലും ഇസ്ഹാക്ക് തളർന്നില്ല. ഏകഹൃദയമായിരുന്നുകൊണ്ട് ഒരാൾ തളരാതെ പ്രാർത്ഥിച്ചത് മറ്റേയാൾക്കും അത് അനുഭവമായി തീർന്നു. ഭാഗ്യം. നിരാശ മുറ്റിയ കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട്? പരസ്പരമുള്ളതായ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ദാർഢ്യം ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? ആ ഹാർമണി ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ട് എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ചില ഇണക്കക്കേടുകളുണ്ട്. നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് മുട്ടുമടക്കാമല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ, നിങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാമല്ലോ, ദൈവസന്നിധിയിൽ ഹൃദയം പകരാമല്ലോ, നിങ്ങൾക്ക് ഒരു മനസ്സ് നേടിയെടുക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏകഹൃദയം എന്നുള്ളത് നഷ്ടപ്പെടുത്തി കളയുന്നത് പിശാചിൻ്റെ കെണിയാണ്. കൂട്ടായ്മയിൽ ഭിന്നത വരുത്തുന്ന പിശാചിൻ്റെ കെണിയാണ്. കുടുംബത്തിൽ ഭിന്നത വരുത്തുന്ന പിശാചിൻ്റെ കെണിയാണ്. സാത്താൻ കടന്നു വരുന്ന ഒരു വലിയ പഴുതാണ് പരസ്പരമുള്ളതായ ഭിന്നത, പരസ്പരമുള്ളതായ അഭിപ്രായ വ്യത്യാസം. കുടുംബത്തിൽ പിശാച് കയറി വരും, കൂട്ടായ്മയിൽ പിശാച് കയറി വരും, സ്ഥാപനത്തിൽ പിശാച് കയറി വരും, സഭയിൽ പിശാച് കയറി വരും, പള്ളിയിൽ പിശാച് കയറി വരും. എങ്ങനെ? പരസ്പരം ഭിന്നത വരുമ്പോൾ. സഹോദരങ്ങളെ, ഇവിടെ ഭിന്നതയുണ്ടായില്ല. ഭാഗ്യം, മഹാഭാഗ്യം. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു. യഹോവ ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. എന്ത് മനോഹരമാണ് വാക്യം. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ ഗർഭം തുറന്നു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഗർഭഫലം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പ്രജയെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ തളർച്ച മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ നിരാശ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് നിർജീവത്വം മാറി അവളുടെ ശരീരം ഊർജ്ജസ്വലമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ തളർന്നുപോയ ശരീര അംശങ്ങളിൽ ജീവൻ പകരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അതും സന്തോഷകരമായൊരു കാര്യമാണല്ലേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു കൊച്ചുകുട്ടി അവൻ വീട്ടിൽ നിന്നിറങ്ങി. വളരെ അസ്വസ്ഥതയോടെ ഇറങ്ങിയത്. കാരണം അപ്പന് ശാപവാക്കേ പറയൂ, നല്ല വാക്ക് പറയില്ല. ശാപവാക്ക് തന്നെ പറയും, ശപിക്കുന്ന വാക്ക് തന്നെ പറയും. ഇവൻ വശം കെട്ടു. അവൻ വിഷമിച്ചു. എന്നും ഇത് തന്നെ. ഒരിക്കലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല, നല്ല വാക്ക് പറയില്ല. അവൻ ഏങ്ങലടിച്ചാണ് പുറപ്പെട്ടത്. വീട്ടിൽ നിന്നിറങ്ങി വിതുമ്പി കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് അവനങ്ങനെ പോകുമ്പോൾ ഒരു വൃദ്ധയാചകൻ, വയസ്സനായ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ ഭിക്ഷക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ കൊച്ചുകുട്ടി പറഞ്ഞു, എൻ്റെ തലയിൽ ഈ കൈ ഒന്നെടുത്ത് വെച്ചോട്ടെ, എൻ്റെ അപ്പൻ എന്നെ ശപിച്ചു, അങ്ങെങ്കിലും എൻ്റെ തലയിൽ കൈവച്ചെന്നെ ഇന്ന് അനുഗ്രഹിക്കാമോ? ആ വൃദ്ധയാചകൻ, ജീവിതത്തിൽ ദുരിതം അനുഭവിച്ച് വലഞ്ഞു പോയ മനുഷ്യൻ,
ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടും എന്നും യാതനയുമായി വലഞ്ഞ് ആളുകളുടെ അടുക്കൽ ഭിക്ഷ ചോദിച്ച് കിട്ടുന്നത് കൊണ്ട് മാത്രം ഉപജീവിക്കുന്ന ആ സാധു മനുഷ്യൻ ജീവിതത്തിൻ്റെ യാതനകളെല്ലാം ഉണ്ടായിരിക്കെ സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് കുട്ടിയുടെ തലയിൽ തൻ്റെ 2 കൈയും വെച്ചു. ഈ കുട്ടിയുടെ തലയിൽ 2 കൈയും വെച്ചിട്ട് നല്ലത് വരട്ടെ മോനെ എന്ന് പറഞ്ഞു. നല്ലത് വന്നു. ഈ കുട്ടിയാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. അസീസിയിലെ ഫ്രാൻസിസായി തീർന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, അസുഖമുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നു. ഈ കുട്ടി വളർന്നു വന്നു, ഫ്രാൻസിസ് അസീസിയായി. ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസിൻ്റെ അടുക്കൽ ഒരു രോഗിയായ കുട്ടിയെ അതിൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. ഈ കുഞ്ഞിൻ്റെ മേൽ ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഫ്രാൻസിസ് ഓഫ് അസീസി ആ കുട്ടിയുടെ തലയിൽ കൈവച്ചു. മറ്റത് ഓർത്തുകൊണ്ടാണ്, പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആ വൃദ്ധനായ യാചകൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് ക്രിസ്തുവിൻ്റെ ഒരു സെയിൻ്റായി തീരാൻ കഴിഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനാകാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ സർവ്വ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ആ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ബോനവെന്തുരേ എന്ന്. ബോനവെന്തുരേ ലാറ്റിൻ ഭാഷയിൽ ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നല്ലത് വരട്ടെ എന്നാണ്. നല്ലത് വരട്ടെ. ഈ രോഗിയായ കുട്ടി സുഖം പ്രാപിച്ചു. ആ കുട്ടി വളർന്നു വന്നപ്പോൾ സെൻറ്റ് ബോനവെഞ്ചുവർ ആ വാക്ക് തന്നെ സ്വന്തമാക്കിയെടുത്തൊരു പേരെടുത്തു. ഒരു സെയിൻ്റായി. ഈ സെൻറ്റ് ബോനവെഞ്ചുവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം ബോനവെന്തുരേ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ തുടങ്ങി. വരുന്നവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന ആശംസ നൽകി. അങ്ങനെ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്ത് തലമുറകളിലൂടെ അനുഗ്രഹങ്ങൾ പകർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹിക്കാം, എല്ലാവരെയും അനുഗ്രഹിക്കാം. നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിക്കാം, നല്ലത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം, നന്മ നേരാം, എല്ലാവർക്കും നന്മ നേരാം, എല്ലാവർക്കും അനുഗ്രഹം നേരാം, എല്ലാവർക്കും ഐശ്വര്യം നേർന്നു കൊടുക്കാം, നന്മയുടെ ആശീർവാദങ്ങൾ നമുക്ക് പകരാം. ഈ ലോകത്ത് നന്മ പകരുന്നവരായി നമുക്ക് പറന്ന് നടക്കാം, നമുക്ക് ഓടി നടന്ന് അനുഗ്രഹം പകരാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് സഭകൾ തോറും ഓടി നടക്കാം, സമുദായങ്ങൾ തോറും ഓടി നടക്കാം, മതങ്ങൾ തോറും ഓടി നടക്കാം, ദേശങ്ങൾ തോറും ഓടി നടക്കാം, ഭവനങ്ങൾ തോറും ഓടി നടക്കാം. ബോനവെഞ്ചുവരെ നമുക്ക് അനുഗ്രഹം വരട്ടെ, നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം, അനുഗ്രഹം പകർന്നുകൊണ്ട് ഓടി നടക്കാം. ദൈവത്തിന് സ്തോത്രം. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു. ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. റിബേക്ക ഗർഭം ധരിച്ചു. അനുഗ്രഹം തരുന്ന ദൈവം അനുഗ്രഹം പകർന്നു. റിബേക്ക ഗർഭം ധരിച്ചു. നാം വായിക്കുന്നത് എന്താണ്? അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കി. 2 കുഞ്ഞുങ്ങളായിരുന്നു, ഇരട്ട പിള്ളേരായിരുന്നു. ഒന്നിനെയാണ് ചോദിച്ചത്, ദൈവം തന്നപ്പോൾ 2. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. റിബേക്ക ഗർഭം ധരിച്ചു. 2 പിഞ്ചോമനകൾ ഗർഭത്തിൽ വളരാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കുന്നു. എന്താണ് ഉണ്ടായത്? ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. അവൾക്കൊരു അനുഭവം കിട്ടി. പ്രാർത്ഥിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരിമാർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ, പ്രിയ സഹോദരന്മാർ ഈ വാക്ക് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂട്ടാളി, ജീവിതത്തിൻ്റെ ഇണയാളി പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗരഭ്യം നുകർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കാളി ജീവിത സൗരഭ്യമുള്ളവരായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകാ ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂട്ടാളി ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കാൻ ഇടവരട്ടെ. നിങ്ങളിൽ നിന്ന് തിന്മകൾ ആരിലേക്കും പകരാനിട വരരുത്. നിങ്ങളിൽ നിന്ന് ദോഷം മറ്റുള്ളവർക്ക് പകരാനിട വരരുത്. ദുർമാതൃകകൾ വരരുത്. നല്ല മാതൃകകൾ കൊടുക്കട്ടെ. എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ഭർത്താവാണ്. എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയാണ്. ഞാനൊരു ഭാഗ്യവാനാണ്. എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നവളാണ്.
ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിട്ട് ഈ ചിന്ത ലഭിച്ചിട്ട് നിങ്ങളും അനുഗ്രഹീതരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരിലേക്ക് സ്വാധീനം പകരാൻ, നിങ്ങളുടെ നന്മകൾ പകരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നല്ല ജീവിതം കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം, വേദപുസ്തകം വായിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ദാഹം, നിങ്ങളുടെ നീതിനിഷ്ഠ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങളുടെ കൃത്യനിഷ്ഠ, നിങ്ങളുടെ സമയനിഷ്ഠ, നിങ്ങളുടെ ചിട്ടയുള്ള ജീവിതം, നിങ്ങളുടെ ചുമതലാബോധമുള്ള ജീവിതം, ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ജീവിതം, നല്ല ക്രമപ്രകാരമുള്ള ജീവിതം, ശരിയായ അടുക്കും ചിട്ടയുമായുള്ള ജീവിതം, അത് നിങ്ങളുടെ വീട്ടിലുള്ളവർ കാണട്ടെ, കണ്ട് പഠിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ നന്മകൾ സ്വാംശീകരിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. റിബേക്ക ഭർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട് അവളും പ്രാർത്ഥിക്കാൻ പഠിച്ചു. അവൾ പ്രാർത്ഥിച്ചു. ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ദൈവത്തോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട് വായിക്കാം. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഡെസ്പെററ്റ് ഹോം ഇപ്പോൾ ഡിവൈഡഡ് ഹോം ആകാൻ പോവുകയാണ്. ഡിവൈഡഡ് ഹോം ഭിന്നതയുള്ളൊരു വീടായി പോകാൻ പോവുകയാണ്. ഭിന്നതയുള്ള കുടുംബം. ഡെസ്പെററ്റ് ഹോം ആണ്, അത് മാറി, ഭാഗ്യം. പക്ഷേ ഡെസ്പെററ്റ് ഹോം ആയിരുന്നത് മാറിയിട്ട് ഇന്നിതാ ഡിവൈഡഡ് ഹോം, അത് ഭിന്നതയുടെ കുടുംബമായി. അതെന്താണ്? ഗർഭത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ, അതിലൊന്ന് ഏശാവ്, മറ്റേത് യാക്കോബ്. ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം കാണുന്നത് ഏശാവ് ലോകപ്രകാരം ഒരു വിജയമാണ്. ഏശാവ്, ഹി വാസ് എ സക്സസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് എ ഫെയിലിയർ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനൊരു ഫെയിലിയറായിപ്പോയി. ഏശാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തോൽവിയായി, ലോകത്തിന് മുമ്പിൽ വിജയിയായി. ഇന്ന് അനേകരങ്ങനെയാണ്. നല്ല പഠിക്കാൻ സാമർഥ്യമുള്ളവരുണ്ട്, പക്ഷേ ദൈവസന്നിധിയിൽ പൂജ്യമാണ്. നല്ല കഴിവും നൈപുണ്യവും പ്രാവീണ്യവും ഉള്ളവരുണ്ട്, ദൈവസന്നിധിയിൽ പൂജ്യമാണ്, വിലയില്ലാത്തവരാണ്. കാരണം ദൈവവിഷയമായി ഒന്നുമില്ല, പൂജ്യമാണ്. ഏശാവ്, ഹി വാസ് എ സക്സസ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ ഒരു വിജയമായിരുന്നു. ബട്ട് ഹി വാസ് എ ഫെയിലിയർ വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ അവൻ ഫെയിലിയറായിപ്പോയി. ദൈവസന്നിധിയിൽ അവനൊരു പരാജയമായിപ്പോയി. നാം ദൈവസന്നിധിയിൽ പരാജയമാകരുത്. ലോകത്തിൽ പക്ഷേ പരാജയമായാലും ദൈവത്തിന് സ്തോത്രം. പഠിക്കാൻ ഇത്തിരി മോശമായിക്കൊള്ളട്ടെ, മോശമാകണ്ട, പഠിക്കാൻ ഇത്തിരി മോശമായിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, കണക്ക് വളരെ വിഷമം, അല്ല ഇംഗ്ലീഷ് വളരെ പ്രയാസം. കുട്ടികളോട് പറയട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പരാജയമാകാതിരിക്കാമോ? ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ക്രിസ്തുവിനോടുള്ളതായ കടപ്പാടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമാകാമോ? നിങ്ങളുടെ കണക്കിലുള്ള വീക്ക്നെസ് കർത്താവ് മാറ്റിത്തരും. ദൈവത്തിന് സ്തുതി. നിങ്ങളുടെ ഫിസിക്സിനുള്ള വീക്ക്നെസ് കർത്താവ് മാറ്റിത്തരും. നിങ്ങളുടെ കെമിസ്ട്രിക്കുള്ള വീക്ക്നെസ് കർത്താവ് മാറ്റിത്തരും. നിങ്ങളുടെ ഇംഗ്ലീഷിനുള്ള വീക്ക്നെസ് കർത്താവ് മാറ്റിത്തരും. എൻ്റെ ദൈവമേ, അനേകം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അനേകം അനുഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെല്ലാം അനുഭവം പറയാൻ കാണുമെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, നിങ്ങൾ വീക്കായിട്ട്, നിങ്ങൾ ഇത്തിരി ക്ഷീണിച്ചിരുന്ന സബ്ജക്ട്സ്, നിങ്ങൾ ഇത്തിരി മോശമായിരുന്ന വിഷയങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ച് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിജയം കിട്ടിയത്, പ്രകടമായി മാറ്റം വന്നത് പറയാവുന്നവരുടെ ഇരിപ്പില്ലേ? നല്ല മാർക്ക് കിട്ടി പാസ്സായത് പറയാവുന്നവരുടെ ഇരിപ്പില്ലേ? ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ മാർക്ക് കിട്ടിയത് അനുഭവമുള്ളവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. സമർപ്പിച്ചു നോക്കൂ. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. വചനം അങ്ങനെയാണ്. യാക്കോബ് ശ്ലീഹ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ,
അപ്പോൾ അവന് ലഭിക്കും. എവിടെ കുറവുണ്ടോ ചോദിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ദൈവസന്നിധിയിൽ ചെന്ന് നിങ്ങൾ യാചിക്കൂ. നിങ്ങളുടെ ജീവിതം വിശുദ്ധമാക്കിക്കൊണ്ട്, പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട്, ഇനി പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ഇടം കൊടുത്തുകൊണ്ട്, യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം വിജയം വരുന്നത്. നിങ്ങളിൽ ഒരുത്തന്നെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നതിനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്ന മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സംശയിക്കുന്ന മനുഷ്യൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സംശയം കൂടാതെ പറയണം, ദൈവത്തോട് പറയണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ പാവം മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് ചില ബലഹീനതകളുണ്ട്, എനിക്ക് ഇന്ന കാര്യം മനസ്സിലാകുന്നില്ല, എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കഴിവില്ല കർത്താവേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് ദാനമായി തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. ചോദിക്കണം. എവിടെയാണോ നിങ്ങളുടെ കുറവ് നിങ്ങൾ പറയണം, കർത്താവേ എൻ്റെ ആയുസ് ഞാൻ നിനക്ക് തന്നതല്ലേ. നിങ്ങൾ ചെന്ന് ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കണം. എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലേ, ഇനി ജീവിതത്തിൽ ഒരു കറ പിണയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതല്ലേ, മനസ്സറിഞ്ഞൊരു തെറ്റ് വരികയില്ല എന്ന് ഈ ഉള്ളവൻ നിന്നോട് പറയാൻ നീ എനിക്ക് ഭാഗ്യം തന്നതല്ലേ കർത്താവേ. ഒരു സത്യ സമർപ്പണം എടുക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയതല്ലേ. ആ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിൻ്റെ സ്നേഹം എന്നെ വശീകരിച്ച് ഒരു സമർപ്പണത്തിലേക്ക് നടത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പേരിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏക അടിസ്ഥാനത്തിൽ ഞാൻ തിരുവൻപാകെ വന്ന് തിരുമേനിയോട് ഞാൻ യാചിക്കുന്നു, കർത്താവേ നിൻ്റെ തിരുവൻപാകെ ഞാൻ യാചിക്കുന്നു. എനിക്ക് ഇന്ന കാര്യത്തിൽ ബലഹീനതയുണ്ട്, ഇന്ന കാര്യത്തിൽ കുറവുണ്ട്. നിൻ്റെ കരം എന്നെ തൊടണം, നിൻ്റെ കരം എന്നെ തലോടണം. ഇന്ന കാര്യത്തിൽ നീ എന്നെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കണം. ദൈവത്തിന് സ്തോത്രം. നാളതുവരെ പരാജയം മാത്രം ഏറ്റുവാങ്ങിയവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? കുടുംബജീവിതം പരാജയപ്പെട്ടവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെട്ടവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ പരാജയം വന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ വിവിധ മുഖങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ പരാജയം നേരിട്ടവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, വിജയം തരാൻ, പരാജയം മാറ്റി വിജയം തരാൻ യേശുക്രിസ്തു ഉണ്ട്. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെയും കോപിച്ചു പോയി. ഇനി ഞാൻ മദ്യപാനത്തിലേക്കില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെയും മദ്യപാനത്തിലേക്ക് തിരിഞ്ഞുപോയി. ഇനി ഞാൻ വൃത്തികെട്ട ജീവിതത്തിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെയും വൃത്തികെട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞുപോയി. ഇനിയും മ്ലേച്ഛതയിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ പിന്നെയും മ്ലേച്ഛതകളിലേക്ക് തിരിഞ്ഞുപോയി. അയ്യോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് നിരാശയോടിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് വിജയം കൊയ്യാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിജയം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. എവിടെയെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടു അവിടെയെല്ലാം വിജയം കൊയ്തെടുക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. എവിടെയെല്ലാമാണോ നിങ്ങൾക്ക് തോൽവി പറ്റിയത് അവിടെയെല്ലാം നിങ്ങൾക്ക് പുതിയ വിജയം തരാമെന്ന് കർത്താവ് പറയുന്നു. വിജയം നേടുവീൻ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിജയം നേടുന്നവരായി, നിങ്ങൾ ജയഭേരി മുഴക്കുന്നവരായി തീരുവീൻ. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ജയഭേരി മുഴക്കുന്ന സ്തുതിഗാനങ്ങൾ പൊഴിക്കുന്നവരായി നിങ്ങൾ തീരുവീൻ. ക്രിസ്തുവിനെ നന്ദിയോടെ ആരാധിക്കുന്നവരായി നിങ്ങൾ തീരുവീൻ. അത്ഭുതകരമായ വിജയം തന്നതിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവീൻ. നിങ്ങളുടെ പാപത്തിന് മേൽ ജയം നേടുന്നവരായി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവീൻ. പാപമില്ലാത്ത ജീവിതത്തിന് സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവീൻ. പാപമില്ലാത്ത ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവീൻ. ക്രിസ്തുവിൻ്റെ തിരുരക്തം തരുന്ന പാപക്ഷമയും ജയജീവിതം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവീൻ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയും ജയമുള്ള ശ്രീവായുടെ ജയകരമായ അടയാളവും തരുന്നതായ വിശുദ്ധ സ്തുതികൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ. തോൽവി അടഞ്ഞവരെ ജയമുള്ളവരാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് എല്ലാവർക്കും അനുഭവമാക്കി കൊടുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലും ഹൃദയ നൊമ്പരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. കുടുംബസമാധാനം ഇല്ലാത്തവർക്ക് കുടുംബസമാധാനം നൽകണമേ. ദുശ്ശീലങ്ങളിൽ പെട്ടുപോയവരെ ദുശ്ശീലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. ബന്ധനത്തിലുള്ളവരെ വിടുവിക്കണമേ.
എൻ്റെ കരുണയുള്ള കർത്താവേ, ശാപങ്ങൾ മാറ്റണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. എതിരുനാവും മഹത്വപ്പെടുത്തണമേ. യേശു മിശിഹാ മൂലം താഴ്മയോടെ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.